ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചലും ചെയ്യാനുമുണ്ട് 10ന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം. ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഞാൻ അമ്മു കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് കൊടൈക്കനാലിലാണ്. എല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും കരുതുന്നു കേട്ടോ. കൊടൈക്കനാലിൽ നമ്മുടെ ഫസ്റ്റ് ഡേ ആട്ടോ. നമ്മളപ്പോൾ രണ്ടാമത്തെ വീക്ക് പോയിന്റിലാട്ടോ ഇപ്പോൾ ഉള്ളത്. നമ്മളുള്ളത് കോക്കേഴ്സ് വാക്ക് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലാട്ടോ. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളാണെങ്കിൽ ഇവിടെ നമ്മുടെ ആദ്യത്തെ സ്ഥലം നമ്മളവിടെ ബോട്ടിങ്ങിന് പോയേക്കുമായിരുന്നു. അപ്പോൾ അത് അത്ര വിശദീകരിച്ചെടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളിവിടെ ഇന്നത്തെ ഡേ 1 രണ്ടാമത്തെ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോക്കേഴ്സ് വാക്ക് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. എന്നെ ചേച്ചിയുണ്ട്, എന്നെ കാണുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അമ്മു എൻ്റെ എനിക്കിപ്പം സ്വെറ്റർ മേടിച്ചാണ്. എനിക്ക് സ്വെറ്റർ ഇല്ലെന്ന് എടുത്തായിരുന്നു, പക്ഷെ അതെനിക്കിപ്പോൾ ചെയ്യില്ല. കൈ ഒടിഞ്ഞ് എങ്ങനെയാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലല്ലേ. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓണത്തിൻ്റെ അന്ന് തന്നെ എനിക്ക് കിട്ടി. എന്താ വെച്ചാൽ ഞാനാണെങ്കിൽ ഓണത്തിന് കളിച്ചുകൊണ്ടിരുന്നു. തട്ടിപ്പിടുത്തം കളിച്ചപ്പോൾ ഒരു മതിലിൽ നിന്ന് ചാടാൻ നോക്കിയത്, പക്ഷെ കാല് കുടുങ്ങിപ്പോയി. അപ്പുറത്തോട്ട് കൈയും കുത്തി വീണപ്പം എൻ്റെ ഈ ജോയിൻറ്റിൻ്റെ ഇവിടെ, അതായത് ഈ വ്രിസ്റ്റും ഈ കൈയും തമ്മിലുള്ള ജോയിൻറ്റിൻ്റെ അവിടെ ചെറിയൊരു പൊട്ടലുണ്ട്, ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്. അപ്പം അതിനി പ്ലാസ്റ്റർ ഇട്ടേക്കുവാണ്. മറ്റേ ബാഗ് ഇടണം, പക്ഷെ ഞാനിപ്പോൾ ഇടുന്നില്ല. അപ്പോൾ ഇനി 1 മാസം കഴിഞ്ഞേ മാറ്റാൻ പറ്റൂ. ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലണം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം അത് ഇവിടെ സ്വെറ്റർ കയറ്റാൻ പാടായതുകൊണ്ട് വേറൊരു സ്വെറ്റർ മേടിച്ചു. അപ്പം അമ്മ തണുപ്പെന്ന് പറഞ്ഞ് കരയുക. അമ്മൂന് മേടിക്കാൻ പോവാ. അതുകൊണ്ട് അമ്മൂന് സ്വെറ്റർ മേടിക്കാൻ പോവാണ് ഫ്രണ്ട്സ്. സ്വെറ്റർ വേണോ? അത് വേണോ? ഫ്രണ്ട്സ്, അമ്മു ആണെങ്കിൽ പാവം ലെനി ചേച്ചീനെ കൊണ്ട് അവളെ എടുപ്പിക്കുകയാണ്. ഇപ്പം അടുത്ത അവൾക്ക് അവിടെ എന്തോ ടോയ് കണ്ടു, അത് വേണമെന്ന് പറഞ്ഞിട്ട് അയ്യോ ഞങ്ങളെ വഴക്ക് പറയുന്ന കഴിച്ച് ഞങ്ങൾ വേഗം ചെല്ലട്ടെ. അവർ ഫ്രണ്ടിൽ അങ്ങ് പോയി. ഇവിടെ ആണെങ്കിൽ വഴിയിൽ കണ്ടോ ഇങ്ങനെ ബസ്സൊക്കെ അടുപ്പിച്ചിട്ടേക്കുക വണ്ടിയൊക്കെ. അപ്പം നമുക്ക് ഈ റോഡിൻ്റെ വീതി കുറഞ്ഞു. അപ്പോൾ ഈ വണ്ടിയൊക്കെ ഭയങ്കര തിരക്കി വരുന്നു. അപ്പോൾ നമുക്ക് നടക്കാനും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, വണ്ടി പോകാനാണെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. കാരണം ബ്ലോക്ക് അരയ്ക്കും, ട്രാഫിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ കുറേ പേര് വരുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ അവിടെ ലേക്കിൻ്റെ അവിടെ ചെന്നപ്പോൾ നമ്മൾ അത്രയും പേരെ കണ്ടില്ലല്ലേ, അല്ലേ? നമുക്ക് സൈഡ് കയറാം. പപ്പ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി പഠിപ്പിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാല്ലേ പപ്പേനെ വിഴുങ്ങും. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാറ് നമുക്ക് അങ്ങോട്ട് നമ്മൾ പോകുന്ന സ്ഥലത്തോട്ട്, അതായത് കോക്കേഴ്സ് വാക്ക് വ്യൂ പോയിന്റിലോട്ട് പാർക്ക് ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം നമ്മളാണെങ്കിൽ നമുക്ക് നടന്ന് വേണം പോകാൻ. അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നടന്നിട്ട് ഇന്ന് ഇട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ കുറേ സ്ഥലമുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി അവിടെ എത്തി കാണാം. ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് ഞാൻ എടുക്കാം. അപ്പം ഫ്രണ്ട്സ്, നമ്മളാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ ശരിക്കും സമാധാനമായത്. കാരണം തിരക്ക് കുറഞ്ഞു. അത്ര നേരം ഭയങ്കര തിരക്കായിരുന്നു. ഇത് കണ്ടോ, ഇവിടെ മൊത്തം എൻ്റെ കൈ ഇവിടെ മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കുക. കണ്ടോ, ഇങ്ങനെ പുറത്തോട്ട് വഴിയില്ല, കവർ ചെയ്ത്. പക്ഷെ നമുക്കിതിലൂടെ നടക്കാം കേട്ടോ. ഇത് കോക്കേഴ്സ് വാക്ക് വ്യൂ പോയിന്റിലാണ്. നമുക്ക് എന്തോ മലയിൽ കൂടെ നടക്കുന്ന സംഭവമാണ്. അപ്പം ഞങ്ങൾ വരുന്നവർക്ക് മുളക് ബജി മേടിച്ചിട്ടുണ്ട്, അതും കഴിച്ചുകൊണ്ട് നടക്കാണ്. നല്ല ചൂടുള്ള മുളക് ബജി. പക്ഷെ നമ്മുടെ അത്രയും കേരളത്തിലുള്ള അത്രയും നല്ലതല്ല. അമ്മൂന് വേണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മു മേടിക്കുകയാണ്. ഇനി അങ്ങോട്ട് കുറച്ച്
ഗൈസ് അവർ ഞങ്ങളെ കൂട്ടത്തെ എവിടം വരെ വന്ന് ഞങ്ങൾ വീഡിയോ എടുത്തെടുത്ത് ഓ മൈ ഗോഡ് ഇതെന്താ ഇത് ഗൈസ് ഇത് കണ്ടോ ഫ്രണ്ട്സ് ഇത് കണ്ടോ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് രസമാണെന്ന് നോക്കിക്ക് ഈ കോക്കസ് റോക്ക് വ്യൂ പോയിന്റ് കാണാനായിട്ട്. അപ്പം നമുക്കിനി 1 കിലോമീറ്ററോളം നടന്ന് കുന്നും മലകളും ഒക്കെ കാണാട്ടോ. ഇത് ലെഫ്റ്റനന്റ് കോക്കർ എന്ന് പറഞ്ഞ ഒരാളാട്ടോ ഇത് നിർമ്മിച്ചത്. അതായത് ഈ നടപ്പാത നിർമ്മിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സ്ഥലത്തിന് കോക്കസ് റോക്ക് വ്യൂ പോയിന്റ് എന്ന് പേര് വന്നത്. ഞങ്ങൾ ആ തിരക്ക് പിടിച്ച റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര നിശബ്ദതയാണ്. ഇവിടെ അങ്ങനെ ആളില്ല കേട്ടോ. നമ്മൾ റോഡിൽ നല്ലതാക്കാണെങ്കിലും ഇവിടെ ആളില്ല. അവിടെ നിന്നൊക്കെ നടന്നു വരുന്നുണ്ട്, പക്ഷെ ഭയങ്കര നിശബ്ദതയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ് അപകടം പറ്റാതിരിക്കാനാട്ടോ നമ്മുടെ ഈ കയ്യിൽ വെച്ചിരിക്കുന്നത്. ഇത് ഇവിടുന്ന് അങ്ങ് വരെ ഉണ്ട് കേട്ടോ, തീരുന്നിടം വരെ ഉണ്ട്. ഫ്രണ്ട്സ് ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു പൂ നിൽപ്പുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ, കോളാമ്പി പൂ പോലെ. ഈ നടപ്പാത നമുക്ക് അങ്ങ് വരെ കാണാം. അവിടെ ചെറിയൊരു വളവുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഫ്രണ്ട്സ് ദേ കണ്ടോ, ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ അവിടെ ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ട്. പിന്നെ ഇത് അപ്പുറത്ത് ഇന്റർലോക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ താഴെയാണെങ്കിൽ പണിക്കാരെന്തോ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതേ ഇവിടെ വലിയൊരു കുഴിയാണല്ലോ. നമ്മൾ പാങ്ങിപ്പൂര് മേടിച്ച് ഞങ്ങൾ ആദ്യമായിട്ടിട്ടായിരുന്ന, സത്യം പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര പുളിയാണ്. ഫ്രണ്ട്സ് ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് ഫ്രെയിം ചെയ്ത് തരുന്നത് ചെറിയ സ്റ്റുഡിയോ പോലെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ എന്താ പണി നടക്കുന്നുണ്ട് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇവിടെ കൈവരികളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നടത്തം നമ്മളിവിടെ തീരാറായിട്ടുണ്ട്, ഏകദേശം എത്താറായിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലുള്ള കൊങ്ങിണിപ്പൂ അല്ലേ ആന്ന് തോന്നുന്നു കേട്ടോ. നല്ല രസമുണ്ട്, കുറേ ഉണ്ട് ഇവിടെ താഴെ. മുമ്പോട്ട് പോകും തോറും ഭംഗിയും ഹൈറ്റും ഒക്കെ കൂടി വരും കേട്ടോ. പിന്നെ ആകാശം തെളിഞ്ഞു കിടക്കുന്നുണ്ട്, നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മഞ്ഞുണ്ടായിരുന്നെങ്കിൽ നമുക്കിതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു കേട്ടോ. ഫ്രണ്ട്സ് അവസാനം നമ്മൾ നടന്ന് ഇവിടെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കോക്കസ് റോക്ക് വ്യൂ പോയിന്റിൻ്റെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് കൂട്ടുകാരെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ് ഇതാണ് നമുക്ക് വന്നിട്ട് ലാസ്റ്റ് കിട്ടുന്ന വ്യൂ പോയിന്റ്. നല്ല രസമുണ്ട്, അടിപൊളിയാണ്. നോക്കിക്കേ. ഫ്രണ്ട്സ് നമ്മുടെ കോക്കസ് വോക്ക് വ്യൂ പോയിന്റിലെ ലാസ്റ്റത്തെ തീരുന്ന ഒരു പാർട്ടാണിത്. ഇവിടെയാണ് തീരുന്നത്. അവിടെ കൊണ്ട് തീരുവാണ് ആ പോസ്റ്റിൻ്റെ അവിടെ കൊണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ. അപ്പോൾ ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഇനി തിരിച്ചു പോവുകയാണ്. ഇതാണ് നമ്മുടെ കോക്കസ് വോക്ക് വ്യൂ പോയിന്റിലെ ലാസ്റ്റത്തെ പോർഷൻ. അവിടെ നമുക്ക് 2 സൈഡിൽ നിന്ന് കയറി വരും, പുറകിൽ നിന്നും കയറി വരും, ഫ്രണ്ടിൽ നിന്നും കയറി. അപ്പം നമ്മളെന്തായാലും ഇനി തിരിച്ചു പോവാണ്. അമ്മൂന് സ്വെറ്റർ മേടിച്ചു. അമ്മൂൻ്റെ സ്വെറ്റർ കാണിച്ചു കൊടുക്കും. കണ്ട
അമ്മൂൻ്റെ സ്വെറ്ററാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ കോക്കസ് വാക്ക് വ്യൂ പോയിന്റിൻ്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പം നമ്മുടെ ഇനിയും കുറേ കാഴ്ചകളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ഈ വീഡിയോസ് പാർട്ടായി ഇടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിനും പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിനുമാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.